ചെയർപേഴ്സൺ രാജിവെക്കുക. ചെയർപേഴ്സൺ രാജിവെക്കുക. കൗൺസിൽ തീരുമാനം പൂഴ്ത്തിവെച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇന്ന് പറവൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്ന് LDFന്റെ കൗൺസിലർമാർ വലിയ പ്രതിഷേധമുയർത്തി പുറത്ത് ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ഈ അഴിമതി ഭരണത്തിനെതിരെ അടിവരയിട്ടുകൊണ്ടാണ് ഓംബുഡ്സ്മാന്റെ വിധി വന്നത്. ഓംബുഡ്സ്മാന്റെ വിധിയെ കൃത്രിമമാർഗത്തിൽ മറികടക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുനിസിപ്പൽ സെക്രട്ടറിയുടെ വാദഗതികളെ പോലും അവഗണിച്ചുകൊണ്ടും മുനിസിപ്പൽ സെക്രട്ടറി ചാർജ് കൈമാറി ട്രെയിനിങ്ങിന് പോയ സമയം നോക്കി ബഹുമാനപ്പെട്ട മുനിസിപ്പൽ എഞ്ചിനീയറെ കൊണ്ട് ചെയർപേഴ്സണും ചേർന്നുകൊണ്ട് ഓംബുഡ്സ്മാൻ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ഒരു കേസ് പോവുകയുണ്ടായി. ഇപ്പോഴാണ് ആ കേസിൽ കൊടുത്തിട്ടുള്ള പെറ്റീഷനിലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഞങ്ങൾ പ്രതിപക്ഷ കൗൺസിലർമാരുടെ ശ്രദ്ധയിൽ വരുന്നത്. അന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഹൈക്കോടതിയിൽ കേസ് പോകുന്നതിനെതിരെയും അതുപോലെ തന്നെ ഓംബുഡ്സ്മാന്റെ വിധി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏത് സമയം വലിയ കാറ്റ് വന്നാൽ പറന്നു വീണ് ഈ നഗരത്തിൽ വലിയ അപകടമുണ്ടാക്കാൻ ദുരന്തമുണ്ടാക്കാൻ സാധിക്കുന്ന ഈ മുകളിലെ റെക്കോർഡറേയും പൊളിച്ചു നീക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് നഗരസഭയുടെ സ്റ്റാൻഡിംഗ്. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്ന് എമ്മി പറഞ്ഞു നേരത്തെ. അപ്പോ തന്നെ അതീവ ഗൗരവതരമായ അവസ്ഥയാണ്. അപ്പോ എമ്മിയുടെ പേരിൽ എമ്മി പറയാത്ത കാര്യങ്ങൾ ഹൈക്കോടതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ആ സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്ത് അദ്ദേഹത്തെ ഇരുത്താൻ ഈ കൗൺസിലിന് ഒരു നിമിഷം നമ്മൾ അതിനെ മാറ്റിക്കരുത്, മാറ്റണം. വക്കാലത്തിന് ബാങ്ക് ഒപ്പിട്ടു. ആ എമ്മി പറഞ്ഞതെന്താ? ഞാൻ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോ സ്റ്റാൻഡിംഗ് കൗൺസിൽ നഗരസഭയെ കബളിപ്പിച്ചു എന്നാണ് അതിന്റെ തെളിവ്. ഒരു നിമിഷം പോലും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് തുടരാൻ നമ്മൾ അനുവദിക്കരുത്. ഈ കൗൺസിൽ ഇപ്പൊ എടുക്കേണ്ട തീരുമാനങ്ങളാ. അതല്ല, ചെയർമാൻ കൂടി കൂട്ടുനിന്നുകൊണ്ട് എംഇയെ വെട്ടിലാക്കി സ്റ്റാൻഡിംഗ് കൗൺസിലും ചെയർമാനും കൂടി ഒരുമിച്ച് നഗരസഭയെ വെട്ടിലാക്കി കള്ള സത്യവാങ്മൂലം കോടതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം ആ ചെയറിലിരിക്കാൻ ചെയർമാൻ അധികാരമില്ല. ഒരു കേരള ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഒന്ന്. രണ്ട്, ഇവിടുത്തെ കൗൺസിലിന്റെ ധാർമ്മികതയെയും അവകാശത്തെയും നിങ്ങൾ ഹരിച്ചു. വേറൊരു ഉദ്യോഗസ്ഥയെ അതിന്റെ അകത്ത് ബലിയാടാക്കി. ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു. ഇതിനപ്പുറം ഇത്രയും ഗൗരവകരമായ ഒരു വിഷയം ഈ കൗൺസിലിൽ നടന്നിട്ട് ഇതിന്റെ വിശദീകരണം അരമണിക്കൂർ പ്രസംഗത്തിന്റെ ആവശ്യമില്ല ഇവിടെ. ശരിക്കും പറയാൻ നിങ്ങൾക്ക് എന്താണ് മറുപടി ഉള്ളത്? അല്ലെങ്കിൽ ആ കസേര വിട്ടു പോവുക. ഹൈക്കോടതി മുമ്പാകെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സിന്റെ പ്രശ്നങ്ങളാണ് ചോദിക്കുന്നത്. ഇത് രണ്ടുപേരും മറുപടി പറയാൻ ആൻസർ ആണെന്ന് അറിയാമോ? അത് ഞങ്ങൾ കണ്ടിട്ടില്ല. ശരിയാവാ? നിങ്ങൾ കൊടുത്ത വക്കാലത്ത് നിങ്ങൾ ഭൂരിപക്ഷം ഉപയോഗിച്ച് കൗൺസിൽ തീരുമാനം എടുപ്പിച്ചിട്ട് ആ കൗൺസിൽ തീരുമാനം കൊണ്ട് നിങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോ ഹൈക്കോടതിയിലെ വക്കാലത്ത് കൊടുത്ത രണ്ടാൾക്കാർ കൊടുത്ത വക്കാലത്തിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സിൽ ഗുരുതരമായ പിഴവുകളാണ് എത്തിക്കാണിച്ചത്. നുണ പറഞ്ഞിരിക്കുന്നു. ഇല്ല, കൗൺസിലർമാര് യുനാനിമസ് ആണ് ഇത് തീരുമാനം എടുത്തേക്കുള്ള കാര്യം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണ്ട. അതിന് മറുപടി ചോദിക്കുമ്പോ ഞങ്ങൾ കണ്ടിട്ടില്ല വന്ന പിന്നെ എല്ലാം പോയില്ലേ? മറുപടി തരൂ. ഇത് ഇവിടെ കൊണ്ട് തീരില്ല. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും യോജിക്കുകയാണ്. അതാണ് തീരുമാനമെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് തീരില്ല. ചെയർപേഴ്സൺ രാജിവെക്കുക. ചെയർപേഴ്സൺ രാജിവെക്കുക. കൗൺസിൽ തീരുമാനം പൂഴ്ത്തിവെച്ച് മണ്ണെടുക്കട്ടെ.
പ്രതിഷേധം ജനത കണ്ടിട്ടില്ലോ. കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ചു. തീരുമാനം പൂർത്തിവെച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. തുലയട്ടെ, ഭരണം തുലയട്ടെ. ഇൻക്ലാബ് സിന്ദാബാദ്. ഇന്ന് പറവൂർ നഗരസഭാ കൗൺസിലിൽ ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചായിരുന്നു ചോദ്യം. നഗരസഭയുടെ മേൽഭാഗത്ത് 3-ാം നിലയിൽ നിർമ്മിച്ചിരിക്കുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനം പൊളിച്ചു നീക്കാൻ ഓംബുഡ്സ്മാൻ വിധിക്കുകയുണ്ടായി. ആ വിധി സ്റ്റേ ചെയ്യാൻ നഗരസഭാ കൗൺസിലിൽ ചെയർമാനും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഹൈക്കോടതിയിൽ പോകാൻ കൗൺസിൽ തീരുമാനപ്രകാരം അപ്പീൽ നൽകി. ആ അപ്പീലിൽ വളരെ ഗുരുതരമായ വീഴ്ചകളാണ് സംഭവിച്ചിരിക്കുന്നത്. നഗരസഭാ കൗൺസിൽ അന്ന് ഹൈക്കോടതിയിൽ പോകുന്നത് സംബന്ധിച്ച് ഭിന്നാഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. ഇടതുപക്ഷത്തെയുള്ള അംഗങ്ങളും സ്വതന്ത്ര കൗൺസിലറായ ഞാനും ഹൈക്കോടതിയിൽ പോകുന്നതിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് യുനാനിമസായി എടുത്ത തീരുമാനമെന്നാ പറയുന്നത്. എങ്ങനെയാ ഒരു നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ചെയർപേഴ്സണും ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഹൈക്കോടതി പോലെയുള്ള നീതി നിയമ ന്യായ വ്യവസ്ഥകൾ വെല്ലുവിളിക്കാൻ കഴിയുന്നത്? അപ്പോ ഹൈക്കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന അവസ്ഥ വളരെ ഗൗരവതരമാണ്. ഇന്നത്തെ കൗൺസിലിൽ ഞാൻ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായത്. മണിക്കൂറുകളെടുത്ത് സംസാരിച്ചിട്ട് പോലും അതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ ചെയർപേഴ്സന് കഴിയാതെ പോയി. വൈകിട്ട് 6 മണി വരെ മൗനം പാലിച്ച് ചെയറിലിരുന്ന ചെയർപേഴ്സൺ 6 മണിയായപ്പോ മറുപടിയൊന്നും പറയാതെ കൗൺസിൽ പിരിച്ചുവിട്ട് ഒളിച്ചോടുകയാണ്. തീരുമാനത്തെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ ഭരണപക്ഷത്തിന് ഒരുമിച്ചുള്ള യുനാനിമസ് തീരുമാനമാണെന്നുള്ള വ്യാജ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ടാണ് ഇപ്പോ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇപ്പൊ ഹൈക്കോടതിയിൽ നിന്നൊരു താൽക്കാലിക സ്റ്റേ നേടിയിട്ടുള്ളത്. ഇത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള അതിശക്തമായ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. കക്ഷി ചേർന്നുകൊണ്ട് കോടതിയിൽ ഉൾപ്പെടെ പ്രതിപക്ഷം ഈ ഭരണക്കാരുടെ കള്ളക്കളികൾ, പറവൂർ നഗരസഭ ഭരിച്ചുകൊണ്ട് മാറി നിരവധി വിഷയങ്ങളിൽ കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണക്കാരെ തുറന്നു കാണിക്കുന്നവരെയുള്ള പ്രക്ഷോഭ സമരങ്ങളും നിയമ പോരാട്ടങ്ങളും നടത്തുമെന്നാണ് പ്രതിപക്ഷത്തിന് ഈ വിഷയം